ന്യൂസ് മലയാളം വീഡിയറിയാൻ പരമ്പരയിൽ ഇടപെട്ട് കൃഷിമന്ത്രി സംസ്ഥാനത്തെ നെല്ല് സംഭരണ പ്രതിസന്ധി പരിഹരിക്കാൻ നടപടി തുടങ്ങി. നെല്ല് സംഭരിക്കാനുള്ള നടപടി വേഗത്തിലാക്കും. മഴ വരുന്നതിന് മുമ്പ് നെല്ല് സംഭരണം പൂർത്തിയാക്കും. കർഷകർക്ക് കിട്ടാനുള്ള പണം പെട്ടെന്ന് കൊടുത്തു തീർക്കും. സഹകരണ ബാങ്കുകൾക്ക് കൊടുക്കാനുള്ള തുക മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെന്നും ടി സിദ്ദിഖ്. മഴ വരുന്നതിന് മുമ്പ് കേരളത്തിലെ നെല്ല് സംഭരണം സമ്പൂർണ്ണമാക്കണം എന്നുള്ള നിർദ്ദേശമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കർഷകന് കിട്ടാനുള്ളതായ പണമാണ്. അത് വളരെ പെട്ടെന്ന് അത് കൊടുത്തു തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അടിയന്തരമായ നടപടികളിലേക്ക് ഡിപ്പാർട്ട്മെന്റ് കടന്നിട്ടുണ്ട്. പൂർണ്ണമായും കർഷക താൽപ്പര്യം സംരക്ഷിച്ചുകൊണ്ടും അവരെ ചേർത്ത് നിർത്തിയും മുന്നോട്ട് പോകാനുള്ള നടപടികൾക്ക് വകുപ്പ് നേതൃത്വം കൊടുക്കും. സച്ചിൻ ചേർന്നുണ്ട് വിവരങ്ങളുമായി. സച്ചിൻ, ന്യൂസ് മലയാളം വാർത്തയിൽ ഇടപെട്ട് നടപടി വേഗത്തിലാക്കാൻ ശ്രമിക്കുകയാണ് ടി സിദ്ദിഖ്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? സരിക, രണ്ടാം വിള നെല്ലിൻ്റെ പണമാണ് കർഷകർക്ക് ലഭിക്കാനുള്ളത്. കഴിഞ്ഞ 4 മാസത്തിലേറെയായി നെല്ല് സംഭരണം പൂർത്തീകരിച്ചിട്ട്. എന്നാൽ പോലും നെല്ല് ഏറ്റെടുക്കാൻ വേണ്ടി ഇതുവരെ സപ്ലൈകോ അതുപോലെ തന്നെ മറ്റ് ഏജൻസികളോ മില്ലുടമകളോ തയ്യാറായിട്ടില്ല. പ്രധാനമായും കർഷകർക്ക് കൊടുക്കാൻ പണമില്ലാത്തതാണ് ഇത്തരത്തിലൊരു പ്രതിസന്ധിയായി ചൂണ്ടിക്കാണിക്കുന്നത്. അതിൽ 955 കോടിയിലധികം രൂപയാണ് നിലവിൽ കർഷകർക്ക് സംസ്ഥാനത്താകെ നൽകാനുള്ളത്. പാലക്കാട്ട് മാത്രം 450 കോടിയിലെ രൂപ നൽകാനുണ്ട്. ഇത്തരത്തിൽ വലിയ രീതിയിൽ പ്രതിസന്ധിയിലായ കർഷകരുടെ അനുഭവങ്ങളാണ് ഇന്ന് ന്യൂസ് മലയാളം പുറത്തുവിട്ടത്. അത് മുഖ്യമന്ത്രിയുടെയും അതേപോലെ തന്നെ കൃഷി വകുപ്പ് മന്ത്രിയുടെയും സിവിൽ സപ്ലൈസ് മന്ത്രിയുടെയും ഒക്കെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയാണ് ന്യൂസ് മലയാളം ഇത്തരത്തിൽ ഈ കർഷകരുടെ അനുഭവങ്ങൾ പുറത്തുവിട്ടിട്ടുള്ളത്. അതിലാണിപ്പോൾ കൃഷിമന്ത്രിയുടെ ഇടപെടൽ ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ശക്തമായ കാലവർഷം തുടങ്ങുന്നതിന് മുൻപ് തന്നെ നെല്ല് സംഭരണം പൂർത്തീകരിക്കും. കർഷകർക്ക് നൽകാനുള്ള പണം എത്രയും പെട്ടെന്ന് നൽകാൻ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് എന്നും കൃഷിമന്ത്രി ടി സിദ്ദിഖ് മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും കർഷകർക്ക് ഏറെ ആശ്വാസകരമാകുന്ന ഒരു പ്രതികരണം തന്നെയാണ് കൃഷിമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ ഇടത് സർക്കാരിൻ്റെ കാലത്ത് ഈ സഹകരണ സംഘങ്ങൾ വഴിയെല്ലാം നെല്ല് സംഭരിക്കാനുള്ള പദ്ധതികൾ സർക്കാർ നടത്തിയിരുന്നു. എന്നാൽ അതെല്ലാം പാളിപ്പോകുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തിയിരുന്നു. അതിനെ തുടർന്ന് നിരവധി കർഷകരുടെ നെല്ലുകളാണ് ഇപ്പോഴും വീടുകളിലും മറ്റിടങ്ങളിലുമായി കെട്ടിക്കിടക്കുന്നത്. അതിനൊരു പരിഹാരം എത്രയും പെട്ടെന്ന് ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് മന്ത്രിയുടെ പ്രതികരണത്തിലൂടെയും അറിയാൻ വേണ്ടി സാധിച്ചത്. എന്തായാലും ആശ്വാസകരമായ ഒരു ഇടപെടൽ തന്നെയാണ് കൃഷിമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. പ്രധാനമായും കർഷകർ അടക്കം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പ്രതികരിച്ചത് കൃഷി വകുപ്പ് കോൺഗ്രസ് തന്നെ ഏറ്റെടുക്കണമെന്ന ആവശ്യം കർഷകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. കഴിഞ്ഞ UDF സർക്കാരിൻ്റെ കാലത്തെല്ലാം കൃഷി വകുപ്പ് ഘടകകക്ഷികൾക്കായിരുന്നു കൊടുത്തത്. അത് വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഉണ്ടാക്കിയിരുന്നു. എന്നാൽ ഇത്തവണ കൃഷി വകുപ്പ് കോൺഗ്രസ് തന്നെ ഏറ്റെടുത്തു. കൃഷിമന്ത്രിയായി ടി സിദ്ദിഖാണ് ചുമതലയേറ്റിട്ടുള്ളത്. എന്തായാലും മന്ത്രിയുടെ ഇടപെടൽ കർഷകർക്ക് ഏറെ ആശ്വാസകരമായ ഒരു ഇടപെടൽ തന്നെയാണ്. ഒന്നാം വിള കൃഷി ജോലികളെല്ലാം ആരംഭിച്ചിരുന്നത് അത് വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധിയിലേക്ക് എത്തി നിന്നിരുന്നു. പ്രധാനമായും പെട്രോൾ ഡീസൽ വില വർധനവ് കാരണം ട്രാക്ടറിൻ്റെ ചാർജ് വർദ്ധിച്ചു. കൂടാതെ തന്നെ വളങ്ങളുടെ ക്രമാതീതമായ വില വർധനവുമെല്ലാം തന്നെ കർഷകരെ പ്രതിസന്ധിയിലാക്കിയിരുന്നു. എന്തായാലും സർക്കാരിൻ്റെ ഇടപെടൽ ന്യൂസ് മലയാളം വാർത്തയെ തുടർന്ന് ഉണ്ടായത് ഏറെ ആശ്വാസകരം തന്നെയാണ്. സരിക. ശരി സച്ചിൻ.